അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായ മേഖലയ്ക്കും ആഘാതമായി. വിലക്കയറ്റത്തിനെതിരെ കോതമംഗലത്ത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രകടനവും സമ്മേളനവും നടത്തി. പലചരക്കും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം ഹോട്ടൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതായാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. വിലക്കയറ്റം തടയാൻ നടപടി വേണം. കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിലക്കയറ്റത്തിനെതിരെ പ്രകടനവും സമ്മേളനവും നടത്തിയത്. സമ്മേളനം മുനിസിപ്പൽ കൗൺസിലർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VT ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. CK അനിൽ, CJ ബെന്നി, PK മുഹമ്മദ്, VA അബ്ദുൽ കരീം, G ഗംഗാധരൻ, ആശ ലില്ലി തോമസ്, PK സാഹിർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ കോതമംഗലത്തെ 100 ഹോട്ടലുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനിവിടെ പ്രാവശ്യം സൂചിപ്പിച്ച പോലെ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് എല്ലാം പൂട്ടിപ്പോകുന്ന രീതിയിലേക്ക് സംഗതി മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഇപ്പോൾ വളരെ സാമ്പത്തിക പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം വ്യവസായികളും കർഷകരും ഒരുപോലെയുള്ള ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ജനസേവനം എന്നുള്ള രീതിയിലേക്ക് തുടങ്ങി വെച്ചിട്ടുള്ള ഓരോ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത പരിസ്ഥിതിയിലേക്കാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇതുപോലെ പ്രത്യക്ഷ സമര പരിപാടിക്ക് മുന്നോട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഇതെല്ലാം തന്നെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ജനങ്ങളെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അവർക്ക് നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സ്വന്തം കൊത്തി പ്രതിഷേധ സമരം ഈ കോതമംഗലത്തും ഈ കേരളത്തിലെല്ലാത്തും നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. GTV ന്യൂസ് കോതമംഗലം.